അസ്സലാമു അലൈക്കും. വൈരുദ്ധ്യങ്ങളുമായി ബന്ധപ്പെട്ട് പല ദേശങ്ങളിലെയും പല കാലങ്ങളിലെയും തത്വചിന്തകളുടെ നിലപാടുകൾ പരിശോധിക്കുന്നത് രസകരമായിരിക്കും. പ്രത്യേകിച്ചും അലിയ ഇസത്ത് ബഗോവിച്ചിൻ്റെ ചിന്തകളെക്കുറിച്ചുള്ള വിശകലനത്തിൽ അത്തരമൊരു ചരിത്രത്തിനും പ്രസക്തിയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാധാരണഗതിയിൽ തത്വചിന്തകളെ ഭൗതികവാദവും ആശയവാദവുമായി വേർതിരിക്കാറുണ്ട്. മെറ്റീരിയലിസവും ഐഡിയലിസവും ഏതിനാണ് മുൻതൂക്കം നൽകുന്നത് എന്നതിനനുസരിച്ചുള്ള ഒരു വേർതിരിവാണ്. ചില തത്വചിന്തകൾ പൂർണ്ണമായും മെറ്റീരിയലിസ്റ്റിക്കാണ്, ഭൗതികവാദപരമാണ്. മറ്റു ചിലതാകട്ടെ ഭൗതികമായ അസ്തിത്വത്തെ തന്നെ നിഷേധിക്കും വിധം ആശയങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇത്തരം പരികൽപ്പനകളിലും ഇസ്ലാം എങ്ങനെ മധ്യമ സ്വഭാവം പരിപാലിക്കുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. ഏതായാലും ഇതിനു പുറമെ വേറെയും പലതരത്തിലുള്ള വിഭജനങ്ങൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കണ്ടെത്താൻ സാധിക്കും. നമുക്ക് അതിൻ്റെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ തന്നെയും ഒട്ടേറെ വിരുദ്ധ ചിന്തകളുണ്ട്. മോറലിസവും അമോറലിസവുമുണ്ട്. അതോടൊപ്പം നിയതിവാദവും കർമ്മവാദവുമുണ്ട്. ചില ചിന്തകന്മാർ, പൗരാണിക ചിന്തകന്മാർ, ലോകത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനം നിയതി അല്ലെങ്കിൽ വിധി മാത്രമാണ് എന്ന് വിശ്വസിച്ചിരുന്നവരാണ്. അത് ഒരു നൂലുണ്ട ചുരുളഴിയുന്നത് പോലെയാണ് കാര്യങ്ങളൊക്കെയും പ്രകടമായിക്കൊണ്ടിരിക്കുന്നത് എന്നിടത്തോളം ചെന്നെത്തി നിൽക്കുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സെൻ്റ് അഗസ്റ്റിൻ്റെ വിധിവാദവും ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് കാണണം. ഒരുപക്ഷെ എവല്യൂഷൻ എന്ന പദം തത്വചിന്തയിൽ ആദ്യമായി ഉപയോഗിച്ചത് സെൻ്റ് അഗസ്റ്റിനായിരിക്കും. എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അൺഫോൾഡ് ചെയ്യുന്ന പ്രക്രിയക്കാണ്, മടക്കി വെച്ചൊരു സാധനം അതിൻ്റെ ചുരുൾ നിവർത്തുന്ന ഒരു പ്രക്രിയക്കാണ് എവല്യൂഷൻ എന്ന പദം ഉപയോഗിക്കുക. എവല്യൂഷിയോ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ സാരം അതാണ്. അപ്പോൾ സെൻ്റ് അഗസ്റ്റിൻ്റെ വീക്ഷണമനുസരിച്ച് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സകല സംഗതികളും ഒരു പരവതാനിയിൽ അല്ലെങ്കിൽ ഒരു മാറ്റിൽ അല്ലെങ്കിൽ ഒരു കർട്ടനിൽ, ഒരു തുണിയിൽ വരച്ച് വെച്ചിട്ടുണ്ടെന്നാണ്. പക്ഷേ വരച്ചിട്ടത് ചുരുട്ടി വച്ചിരിക്കുന്നു. ഒരു ഉപമ എന്ന നിലക്ക് അദ്ദേഹം പറയാണ്, ചുരുട്ടി വച്ചിരിക്കുന്നു. അത് വളരെ ക്രമപ്രവൃദ്ധമായി അതിൻ്റെ ചുരുളിങ്ങനെ നിവരുകയാണ്. ആ നിവരുന്നതിനനുസരിച്ചുള്ള ഭാഗങ്ങൾ മാത്രമേ നമ്മൾ കാണുള്ളൂ. അല്ല നീളം ക്യാൻവാസിലൊരു ചിത്രം വരച്ച് വെച്ചിട്ട് അത് ചുരുട്ടി വെച്ച് പിന്നെ അത് ചുരുളഴിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കാണുക? വളരെ ക്രമത്തിൽ മാത്രമേ ഈ ചുരുൾ അഴിയുകയുള്ളൂ. അഴിയുന്നിടത്തോളം ഭാഗം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതുപോലെയാണ് സംഭവങ്ങൾ പ്രകടമാകുന്നത് എന്നതായിരുന്നു സെൻ്റ് അഗസ്റ്റിൻ്റെ വാദം. അപ്പോൾ ഈ അർത്ഥത്തിലുള്ള ഒരു വിധിവാദമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് എന്ന് കാണാം. ഇത്തരത്തിലുള്ള നിയതിവാദങ്ങൾക്കെതിരായിട്ട്, ഫേറ്റലിസത്തിനെതിരായിട്ട് കർമ്മവാദം മുന്നോട്ട് വെച്ചിട്ടുള്ള തത്വചിന്തകന്മാരുമുണ്ട്. വിധിയുമായി ബന്ധപ്പെട്ട്, ഡെസ്റ്റിനിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നമ്മളിതിനു മുന്നേ ചർച്ച ചെയ്തതാണ്. കർമ്മവാദമാകട്ടെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഇടപെടൽ, ഒരു പ്രീഡിറ്റർമിനിസം എന്നതിൻ്റെ സാധ്യത പോലും അംഗീകരിക്കുന്നേയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വിരുദ്ധ ചിന്തകളുണ്ട്. അതുപോലെ ചില ചിന്തകൾ സർവാസ്തിത്വവാദപരമാണ്, മറ്റു ചിലതാകട്ടെ ശൂന്യതാവാദപരവുമാണ്. ശൂന്യതാവാദത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ അനുഭവങ്ങളും മിഥ്യയാണ്, പ്രപഞ്ചത്തിൽ ആകെ നിലനിൽക്കുന്ന ഒരേയൊരു യാഥാർത്ഥ്യം ശൂന്യത മാത്രമാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ട് വിരുദ്ധ ചിന്തകൾ. ഇനി കാരണങ്ങളെക്കുറിച്ചുള്ള തത്വചിന്തയിൽ, ഇന്ത്യൻ ഫിലോസഫിയിൽ സത്കാര്യവാദവും സത്കാരണവാദവുമുണ്ട്. കാര്യകാരണ ബന്ധങ്ങളും തമ്മിലുള്ള, കാര്യകാരണ ഘടകങ്ങൾ തമ്മിലുള്ള പാരസ്പര്യത്തെ സംബന്ധിച്ചുള്ള ചിന്തകളിൽ, കോസാലിറ്റി, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിന്തകളിലാണ് ഇങ്ങനെ ഒരു വൈരുദ്ധ്യം കാണുന്നത്. സാഖ്യചിന്തകന്മാർ സത്കാര്യവാദമാണ് മുന്നോട്ട് വെച്ചത്. കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയുന്നതിൽ എഫക്റ്റിനാണ് അവിടെ പ്രാധാന്യമുള്ളത്. അതേസമയം സത്കാരണവാദമുണ്ട്, കോസിന് പ്രാധാന്യം കൊടുക്കുന്ന. കാര്യത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നതാണ് ഒരു ഭാഗത്തുള്ള വാദമെങ്കിൽ മറുഭാഗത്തുള്ളത് കാരണത്തിന് മാത്രമേ ആത്യന്തികമായി നിലനിൽപ്പുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള വിരുദ്ധ ചിന്തകൾ
തത്വചിന്തയുടെ ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. ഇനി കുറേ കൂടി മോഡേൺ ഫിലോസഫിയിൽ, പ്രത്യേകിച്ച് വെസ്റ്റേൺ ഫിലോസഫിയിലേക്ക് വന്നാൽ അവിടെ ഉടലെടുത്തിട്ടുള്ള ഇതുപോലുള്ള സമാനമായിട്ടുള്ള ഒരു 2 ധാരകളുണ്ട്, അല്ലെങ്കിൽ ഒരു വിഭജനമുണ്ട്. അതിലൊന്നാമത്തെ ധാര എന്ന് പറയുന്നത് ഇംഗ്ലീഷ് തത്വചിന്തകന്മാരാണ് പൊതുവെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഫ്രാൻസിസ് ബേക്കൺ, ജോൺ ലോക്ക്, ഡേവിഡ് ഹ്യൂം തുടങ്ങിയിട്ടുള്ള ചിന്തകന്മാർ. ഫ്രാൻസിസ് ബേക്കൻ്റെ ഒക്കെ ചിന്തകൾ പിന്നീട് സയൻസിനും സയൻറ്റിസത്തിനുമൊക്കെ ആധാരമായി മാറിയിട്ടുണ്ട് എന്നതും ചരിത്രം. ഈ ഇംഗ്ലീഷ് തത്വചിന്തകന്മാരുടെ നിലപാടിനെ എംപിരിസിസം എന്ന പദം കൊണ്ടാണ് അടയാളപ്പെടുത്താറുള്ളത്. എംപിരിസിസം എന്ന് പറഞ്ഞാൽ അനുഭവവാദമാണ്. മറ്റൊരു നിലക്ക് അത് അനുഭവമാത്രവാദമാണ്. അതായത് അറിവിൻ്റെ ആദിമാടിസ്ഥാനം ഇന്ദ്രിയങ്ങളാണ്. സെൻസുകളിലൂടെയാണ് നാം ചുറ്റുപാടുകളെ അറിയുന്നത്. അതിനപ്പുറമുള്ള ഒരന്തപ്രജ്ഞ എന്നത് പ്രവർത്തിക്കുന്നുണ്ടാകാം. അതേസമയം യാഥാർത്ഥ്യം ഈ സെൻസുമായി ബന്ധപ്പെട്ടത് മാത്രമാണ്. എന്ന് പറയുമ്പോൾ ലോകത്ത് നാം ഉള്ളതിനെ ഉള്ളതായി തന്നെ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ഉള്ളതിനെ ഉള്ളതായി തന്നെ അനുഭവിക്കുകയാണ് ചെയ്യുന്നത് എന്ന ചിന്തയാണ് അനുഭവവാദം. അതേസമയം ഇതിന് നേരെതിരായിട്ടുള്ള തത്വചിന്ത മുന്നോട്ട് വെച്ചത് കോണ്ടിനെൻ്റൽ യൂറോപ്പിലെ, അല്ലെങ്കിൽ മെയിൻലാൻഡ് യൂറോപ്പിലെ മറ്റ് ചില തത്വചിന്തകന്മാരാണ്. അവരിൽ ഹോനെ ദെക്കാർത്ത്, ബാരൂച്ച് സ്പിനോസ, ലെയ്ബനിസ് തുടങ്ങിയ ആളുകളൊക്കെയും പ്രഗത്ഭരാണ്. അവരുടെ ചിന്തയെ നാം റാഷണലിസം അല്ലെങ്കിൽ യുക്തിവാദം എന്നാണ് അടയാളപ്പെടുത്താറുള്ളത്. അവരുടെ വാദമനുസരിച്ച്, അല്ലെങ്കിൽ തത്വമനുസരിച്ച് നമ്മുടെ യുക്തിയിലും ബോധ്യത്തിലും മാത്രമാണ് ലോകം നിലനിൽക്കുന്നത്. നമ്മുടെ യുക്തി, നമ്മുടെ ബോധ്യം, ഇത് മാത്രമാണ് പ്രധാനം, അല്ലെങ്കിൽ ഇതാണ് ആദിമം, ഇതാണ് അടിസ്ഥാനം എന്ന ഒരു ചിന്തയാണ് യുക്തിവാദമായിട്ട് പരിണമിക്കുന്നത്. എന്തായാലും ഇതിനെ രണ്ടിനെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ചിന്തകളും പിൽക്കാലത്തുണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ഇമ്മാനുവൽ കാന്റിൻ്റെ തത്വശാസ്ത്രമാണ്. ട്രാൻസെൻഡൻ്റൽ ഐഡിയലിസം എന്നാണ് അതിന് പറയുക. ഐഡിയലിസം എന്ന കോളത്തിൽ നിൽക്കുമ്പോഴും യുക്തിവാദത്തിലും അനുഭവവാദത്തിലും ഭാഗികമായ ശരിയും ഭാഗികമായ തെറ്റുമുണ്ട് എന്നാണ് കാന്റ് വാദിച്ചത്. അന്നിലക്ക് കാന്റിൻ്റെ വാദത്തെ ഒരു മധ്യമവാദമായിട്ട് തന്നെ വിലയിരുത്താൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ചിന്തയനുസരിച്ച് ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ പ്രഥമമായി നമുക്ക് ലഭിക്കുന്നത് അനുഭവത്തിലൂടെ തന്നെയാണ്. അത് സെൻസുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതേസമയം ഈ അറിവുകൾ കൊണ്ട് മാത്രം ഒരു ലോകവീക്ഷണം രൂപപ്പെടുത്താൻ സാധിക്കുകയില്ല. അനുഭവവാദത്തിൻ്റെ ചരിത്രം നോക്കിയാൽ അനുഭവവാദത്തിൻ്റെ പിൽക്കാലത്തുണ്ടായിട്ടുള്ള പല ധാരകളിൽ ഒന്നായിട്ടാണ് സയൻറ്റിസം രൂപപ്പെടുന്നത്. സയൻറ്റിസം എന്ന് പറയുന്നത് ശാസ്ത്രമാത്രവാദമാണ്. ശാസ്ത്രം, അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രത്തിൻ്റെ ഉൽപ്പത്തിക്ക് ശേഷമാണ് എംപിരിസിസത്തിന് അങ്ങനെ ഒരു വ്യതിയാനവും കൂടി, അല്ലെങ്കിൽ ഒരു ശാഖ കൂടി ഉണ്ടാകുന്നത്. അപ്പോൾ ഇതനുസരിച്ച് ശാസ്ത്രം തെളിയിക്കുന്ന സംഗതികൾ മാത്രമാണ് ശരി, അതിനപ്പുറം യാഥാർത്ഥ്യമൊന്നുമില്ല. അത് ഇന്ന് ഏറ്റവും ശക്തമായ രൂപത്തിൽ തന്നെ നിലനിൽക്കുന്ന ഒരു വാദമാണ്, പ്രത്യേകിച്ചും നാസ്തിക ചിന്തകരിലൂടെ. ആധുനിക കാലത്ത് നാസ്തികത സ്വീകരിച്ചിരിക്കുന്നത് അത് യുക്തിവാദത്തിൻ്റെ ലൈനല്ല, മറിച്ച് അനുഭവമാത്രവാദത്തിൻ്റെയും സയൻറ്റിസത്തിൻ്റെയും ശാസ്ത്രമാത്രവാദത്തിൻ്റെയും ലൈനാണ് നാസ്തികത സ്വീകരിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ലോകത്തെക്കുറിച്ചുള്ള അറിവുകൾ അനുഭവത്തിലൂടെ ലഭിക്കുന്നുണ്ടെങ്കിലും ഈ അറിവുകൾ വെച്ചുകൊണ്ട് മാത്രം ഒരു ലോക വീക്ഷണത്തെ രൂപപ്പെടുത്താൻ പറ്റില്ല. നാസ്തികതയും എത്തിക്സും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയിലൂടെ നമുക്കത് ബോധ്യപ്പെടുന്നതാണ്. മതബാഹ്യമായി നിലനിൽക്കുന്ന ധാർമ്മികതയുടെ യുക്തി എങ്ങനെയാണ് നാസ്തികർ ബോധ്യപ്പെടുത്തി തരിക? ആളുകൾ ധാർമ്മികരാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. മതബാഹ്യമായിട്ട് എത്തിക്സ് എന്ന് പറയുന്ന ഒരാശയം, അങ്ങനെ ഒരു കാര്യം എങ്ങനെയാണ് നിലനിൽക്കുന്നത്? സാധാരണഗതിയിൽ എത്തിക്സും മതവും തമ്മിലൊരു ബന്ധവുമില്ല എന്ന പ്രസ്താവനയിൽ ഈ ഒരു ചോദ്യത്തെ ന്യൂനീകരിക്കാനാണ് ശ്രമിക്കാറുള്ളത്. അങ്ങനെ ഒരു ചോദ്യം കൊണ്ട് മാത്രം കാര്യമില്ല. നമുക്ക് ഇസ്ലാമിൻ്റെ നിലപാടെടുക്കാം. മതപരം എന്നതിൽ നിന്ന് ഭിന്നമായിട്ടാണ് ഇസ്ലാമിനെ നമ്മൾ കാണുന്നതെങ്കിലും തൽക്കാലം മതം എന്ന കോളത്തിൽ തന്നെയും അതിനെ എഴുതിയിട്ട് എത്തിക്സിനോടുള്ള അതിൻ്റെ സമീപനം എന്താണ്? തീർച്ചയായിട്ടും നാസ്തികർ പറയുന്നത് പോലെ മതമാണ് എത്തിക്സ് ഉണ്ടാക്കിയത് എന്ന അവകാശവാദമല്ല അതിലുള്ളത്. മറിച്ച് ഇസ്ലാം മനുഷ്യൻ ഫിത്രയിലാണ് പിറക്കുന്നത് എന്നാണ് പറയുന്നത്. ഫിത്ര എന്നൊരാശയം വളരെയധികം വിപുലപ്പെടുത്തേണ്ട ഒന്നാണ്. ഫിത്രയിലാണ് നന്മയുള്ളത്.
അതിലാണ് അടിസ്ഥാനപരമായി എത്തിക്സിനെ സന്നിവേശിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വാദം. ഫിത്രയിൽ നിലകൊള്ളുന്ന മനുഷ്യൻ ഫിത്രയിൽ നിന്ന് വഴിതെറ്റുമ്പോഴാണ് അധാർമികത ഉണ്ടാകുന്നത് എന്നാണ്. സ്വാഭാവികമായും പ്രവാചകന്മാരുടെ ഉദ്ബോധനം ഫിത്രയിലേക്ക് തന്നെ തിരിയാൻ വേണ്ടിയുള്ളതായിരുന്നു എന്ന് കാണാം. അക്കിം വജഹക ലിദ്ദീനി ഹനീഫ ഫിത്രത്തല്ലാഹില്ലത്തി ഫത്രന്നാസ അലൈഹ, ഇതാണ് വിശുദ്ധ ഖുർആൻ ആ വിഷയത്തിൽ പറയുന്നത്. നിങ്ങളുടെ മുഖം ദീനിന് നേരെ തിരിച്ചു നിർത്തുക, ധർമ്മത്തിന് നേരെ തിരിച്ചു നിർത്തുക. എന്താണ് ദീൻ അല്ലെങ്കിൽ ധർമ്മം? മതം എന്ന പദം ഇവിടെ ഉപേക്ഷിക്കാം. എന്താണ് ദീൻ അല്ലെങ്കിൽ ധർമ്മം? അത് ഫിത്രത്തല്ല, അള്ളാഹുവിൻ്റെ ഫിത്രയാണ്, അള്ളാഹുവിൻ്റെ പ്രകൃതമാണ്. അള്ളാഹുവിൻ്റെ പ്രകൃതമാണ് അല്ലത്തി ഫത്രന്നാസ് അലൈഹ, ആ പ്രകൃതത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതും എന്ന് പറയുമ്പോൾ മനുഷ്യനിലുള്ള ഒരു ദൈവിക പ്രകൃതം, ആ ഒരു പ്രകൃതത്തിൽ അടങ്ങിയിട്ടുള്ള ധാർമ്മിക ബോധം, ഇതാണ് യഥാർത്ഥത്തിൽ ധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ, മതത്തിൻ്റെ, സാമാന്യമായി പറഞ്ഞാൽ മതത്തിൻ്റെ ഉദ്ബോധനം എന്ന് കാണണം. അപ്പം മതം വന്നതിന് ശേഷം ധാർമ്മികത ഉണ്ടാക്കുകയല്ല ചെയ്തത്. അങ്ങനെ ഒരു അവകാശവാദം യഥാർത്ഥത്തിൽ മതം മുന്നോട്ട് വെക്കുന്നില്ല. മറിച്ച് മനുഷ്യൻ ഫിത്രയിലാണ്, ഫിത്ര നന്മയാണ്, ഫിത്ര ധർമ്മമാണ്, അതിൽ തന്നെ നിലകൊള്ളണം എന്ന വാദമാണ് മുന്നോട്ട് വെക്കുന്നത്. ആ അടിസ്ഥാനത്തിലാണ് ധാർമ്മികതയെയും നന്മയെയും സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള വീക്ഷണങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. ലോകത്തെ നമ്മൾ അറിയുന്നത് ഇന്ദ്രിയപരമായി തന്നെ. പക്ഷെ അതിൽ നിന്ന് ലോക വീക്ഷണം ഉണ്ടാകണമെങ്കിൽ അത് കേവല അനുഭവവാദം കൊണ്ടോ കേവലമായ ശാസ്ത്രവാദം കൊണ്ടോ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാകുന്നത്. ആകാശഗോളങ്ങളെ സംബന്ധിച്ച്, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സംബന്ധിച്ച് ഇബ്രാഹിം പ്രവാചകൻ പറയുന്നു ഖുർആനിലുള്ളൊരു സന്ദർഭമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നക്ഷത്രങ്ങളിലേക്കും ചന്ദ്രനിലേക്കും സൂര്യനിലേക്കും ആളുകളുടെ ശ്രദ്ധ തിരിക്കുന്നു. ഒരൽപ്പം മതകീയമായ സ്വഭാവത്തിൽ തന്നെയാണ്. ഇതാണ് ദൈവം, അതാണ് ദൈവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഒന്നാമത് അവിടെ റബ്ബ് എന്ന പദത്തിന് വിപുലാർത്ഥമുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, ചരിത്രപരമായി ആ ഒരു സമൂഹത്തോട് സംസാരിക്കുന്ന ഭാഷ അതാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഈ പ്രപഞ്ചത്തിലേക്കും അതിൻ്റെ അടയാളങ്ങളിലേക്കും ഒക്കെ ശ്രദ്ധ ക്ഷണിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളിലേക്ക്, വേറെ നിലക്ക് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട സയൻസിലേക്ക് തന്നെ ശ്രദ്ധ ക്ഷണിച്ചതിന് ശേഷം ഇബ്രാഹിം പിന്നെ നിലപാട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വീക്ഷണം രൂപപ്പെടുത്തുകയാണ്. ഇന്നി വജ്ജഹത്തു വജിഹിയലില്ലതി ഫത്രസ്സമാവാത്തി വൽ അർള ഹനീഫ. അവിടെ ലോകത്തിൻ്റെ ഫിത്ര എന്ന് പറയുന്ന ഒരു ആശയവും കൂടി വരുന്നുണ്ട്. നേരത്തെ മനുഷ്യൻ്റെ ഫിത്രയെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ലോകത്തിൻ്റെ ഫത്രസ്സമാവാത്തി വൽ അർൾ, ആകാശഭൂമികൾ ഏത് ഫിത്രയിലാണോ ആ ഫിത്ര നൽകിയവൻ, അതിനെ പരിപാലിക്കുന്നവൻ, അതിനെ ആ ധാർമ്മികതയിൽ, അതിനെ ആ ഒരു സന്തുലിതത്വത്തിൽ പരിപാലിക്കുന്നവനിലേക്ക് തിരിയാം. അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ എത്തിക്സിനെ കുറിച്ചുള്ള ആശയങ്ങൾ കടന്നു വരുന്നത് എന്ന ഒരു വീക്ഷണമായിട്ട് അത് വികസിക്കുന്നു എന്നുള്ളതാണ്. നമുക്കിത്തരം കാര്യങ്ങളിലൊക്കെയും സംവാദങ്ങളാവാം. എന്നാൽ അതേസമയം ഒരു കാര്യം വളരെ ഉറപ്പാണ്, കേവലമായ അനുഭവങ്ങളിലൂടെ, അങ്ങനെ കിട്ടുന്ന കേവലമായ അറിവിലൂടെ നമുക്കൊരു ലോകവീക്ഷണം രൂപപ്പെടുത്തിയെടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നാസ്തികത വളരെ കൃത്യമായ ഒരു എത്തിക്സ്, ഒരു ധർമ്മനീതി മുന്നോട്ട് വെക്കുന്നതിൽ പരാജയപ്പെടുന്നതും. അത് നിഷേധത്തിൽ തന്നെ നിലകൊള്ളുന്നതിൻ്റെ ഫലമാണ്. ഭൗതികവാദപരമായ ദർശനങ്ങളുണ്ട്, അത് ഭൗതികതയ്ക്കപ്പുറമുള്ള ആശയങ്ങളെയും കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധാർമ്മികതയെ സംബന്ധിച്ചുള്ള ചരിത്രത്തോട് ചേർത്ത് വെച്ചുകൊണ്ടുള്ള അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഒട്ടൊക്കെ സത്യസന്ധമാണ്, സ്വീകാര്യമാണ്. എന്നാൽ അത്തരമൊരു സമീപനം പോലും നാസ്തികത എന്ന പേരിൽ അറിയപ്പെടുന്ന ദർശന പദ്ധതിക്ക് അല്ലെങ്കിൽ ചിന്താ പദ്ധതിക്ക് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് മനസ്സിലാക്കണം. ഇനി മറ്റൊരു നിലക്ക് കൂടി ചിന്തിച്ചാൽ ശാസ്ത്രവാദത്തിൻ്റെ പരിമിതികളെ വേറെ നിലക്കും ചിന്തിക്കാം. ഏറ്റവും പ്രധാനം ഞാനിവിടെ സൂചിപ്പിച്ചു, കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പാണല്ലോ. കാര്യകാരണ ബന്ധം എന്നതാണ് പ്രധാനം. എന്നാൽ കാര്യകാരണങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് മനുഷ്യൻ്റെ യുക്തിയാണ്. ഇനി മറ്റൊന്നുകൂടി, കാര്യകാരണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം പോലും യുക്തിയിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. അവിടെ മനുഷ്യയുക്തി എന്ന് പറയുന്നതിന് പ്രാധാന്യം വരുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, മുറിയിലൊരു പൂച്ച കിടക്കുന്നു. പെട്ടെന്ന് മുറിയിലേക്ക് ഒരു പന്തുരുണ്ട് വരുമ്പോൾ പൂച്ചയുടെ പ്രവണത ആ പന്തിൻ്റെ പുറകെ പോവുക എന്നതായിരിക്കും. ജന്തുസഹജമായൊരു കൗതുകം എന്നൊക്കെ അതിനെക്കുറിച്ച് പറയാം. ആ പന്തിൻ്റെ പുറകെ പോവുകയാണ് ചെയ്യുക. അതേസമയം പൂച്ച കിടക്കുന്നതിന് പകരം നമ്മളാണ് റൂമിലിരിക്കുന്നത്. ആ സമയത്ത് പന്തുരുണ്ട് വരികയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ആ പന്ത് എവിടെ നിന്ന് വന്നു എന്ന് ചിന്തിക്കുകയാണ് ചെയ്യുക. ഈ ഒരു ചിന്തയിൽ നിന്ന് തന്നെയാണല്ലോ സയൻസ് ഉണ്ടാവുന്നത്. ആപ്പിൾ താഴെ വീഴുന്നു.
താഴെ വീഴുക എന്നത് സ്വാഭാവികമായൊരു പ്രക്രിയയാണ്, വളരെ സ്വാഭാവികമായൊരു പ്രക്രിയയാണ്. ആപ്പിള് ന്യൂട്ടൻ്റെ മുന്നിൽ വീണപ്പോഴാണ് ഗ്രാവിറ്റിയെക്കുറിച്ചും മറ്റുമൊക്കെയുള്ള വലിയ സിദ്ധാന്തങ്ങളുണ്ടായത്. എന്തുകൊണ്ട് താഴെ വീഴുന്നു? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ താഴെയല്ലാതെ മേലോട്ടേക്ക് വീഴൂലല്ലോ. ഈ ഒരു ചിന്ത കൊണ്ട് ആശ്വസിക്കാൻ പറ്റാത്ത വിധം ന്യൂട്ടൻ്റെ മനസ്സ് അസ്വസ്ഥമാകുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ന്യൂട്ടനിൽ പ്രവർത്തിക്കുന്ന ഒരു യുക്തിയുണ്ട്, ഒരു യുക്തിബോധമുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഗ്രാവിറ്റിയെയും ആപ്പിളിൻ്റെ വീഴ്ചയെയും തമ്മിൽ ബന്ധപ്പെടുത്തുന്നത് എന്ന് കാണണം. ഒരു മുയലിൻ്റെ മുന്നിലാണ് ആപ്പിൾ വന്ന് വീഴുന്നത്, അല്ലെങ്കിൽ ഒരു മുയലിൻ്റെ തലയിലാണ്. ചക്ക വീണപ്പോൾ മുയൽ ചത്ത കഥയൊക്കെ പറയാറുണ്ടല്ലോ. ചക്ക വീണാലേ മുയൽ ചാവുള്ളൂ, ആപ്പിൾ വീണാൽ ചത്തോളന്നില്ല. പക്ഷെ പെട്ടെന്ന് പേടിച്ചിട്ട് ഓടുമെന്നല്ലാതെ മുയൽ പിന്നെയും ആ ആപ്പിൾ മരത്തിൻ്റെ താഴെ തന്നെ വന്ന് നിൽക്കും. ഇത് വീഴാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ചിന്തയൊന്നും അതിനുണ്ടാവില്ല. എന്തുകൊണ്ട് താഴോട്ട് വീഴുന്നു എന്നുള്ള ചിന്ത യുക്തിയിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പോൾ അതാണ് കാര്യകാരണങ്ങളെ പരസ്പരം ബന്ധപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെയാണ് യുക്തിവാദത്തിലെയും അനുഭവവാദത്തിലെയും ഭാഗികമായ ശരിയും തെറ്റും കാന്റിനെ പോലുള്ള ചിന്തകന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇതിലൂടെ അദ്ദേഹം പ്രതിഭാസങ്ങളുടെ യാഥാർത്ഥ്യം എന്ന ഒരു ചിന്തയിൽ ചെന്നെത്തുന്നു എന്നും കാണണം. വസ്തുക്കളുടെയും വസ്തുതകളുടെയും യാഥാർത്ഥ്യം, അതിന് അദ്ദേഹം ഒരു പ്രത്യേക പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഡിങ് ആൻഡ് സിഷ് എന്നാണ് പറയുക. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ, ജർമ്മൻ ഭാഷയിൽ ഡിങ് ആൻഡ് സിഷ് എന്ന് പറഞ്ഞാൽ തിങ് ഇൻ ഇറ്റ് സെൽഫ്, വസ്തുവിനുള്ളിലുള്ള വസ്തു, അല്ലെങ്കിൽ വസ്തു സ്വയം തന്നെ ഉണ്ടായിട്ടുള്ള വസ്തു, സ്വയം തന്നെ ഗർഭം ധരിച്ചിട്ടുള്ള വസ്തു, അഥവാ വസ്തുവിലെ വസ്തുതത്വം എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ നാം അനുഭവിക്കുന്ന വസ്തുവും അതോടൊപ്പം തന്നെ വസ്തുവിനുള്ളിലുള്ള യഥാർത്ഥ വസ്തുതത്വവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ഒരു വിഭജനമുണ്ട് എന്നാണ് പറയുന്നത്. പ്രത്യക്ഷത്തിൽ അനുഭവിക്കുന്ന വസ്തുവിനെ ഡസ്ഡിങ് എന്നാണ് അദ്ദേഹം വിളിച്ചത്. അതേസമയം വസ്തുവിലെ വസ്തുതത്വം, ഡസ്ഡിങ് എന്ന് പറഞ്ഞാൽ തിങ് ആസ് സച്ച്, അതേസമയം വസ്തുവിലുള്ള വസ്തുതത്വം എന്ന് പറയുന്നത് ഡിങ് ആൻഡ് സച്ച്, അൺസിഷ് എന്ന് പറഞ്ഞാൽ തിങ് ഇൻ ഇറ്റ് സെൽഫ്. ഇപ്പോൾ ഉള്ളിലുള്ള വസ്തുതത്വം ബാഹ്യമായിട്ടും ആന്തരികമായിട്ടുമുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഈ ചിന്തകൾ എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രത്യക്ഷവും പരോക്ഷവുമായ അറിവുകളുണ്ട്. അത്ര തന്നെ സ്വാഭാവികമായി മനുഷ്യൻ്റെ യുക്തി, അന്തഃപ്രജ്ഞ എന്ന് പറയുന്നൊരു സംഗതിയുമുണ്ട്. ഈ പറയുന്നത് രണ്ടും ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ കാര്യങ്ങളെക്കുറിച്ച് ശരിയും സമഗ്രവുമായ അറിവും അവബോധവും ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഖുർആൻ്റെ ചില വീക്ഷണങ്ങളും കൂടി വെച്ചുകൊണ്ട് ഈ പ്രഭാഷണം അവസാനിപ്പിക്കാം. വിശുദ്ധ ഖുർആൻ ലോകത്തിലെ പ്രതിഭാസങ്ങളെ അള്ളാഹുവിൻ്റെ ആയാത്തായിട്ട്, അനുഗ്രഹങ്ങളായിട്ട് അവതരിപ്പിക്കുമ്പോൾ പറയുന്ന ചില വർത്തമാനങ്ങൾ. സൂറത്തു റഹ്മാനിൽ അശംസു വൽ ഖമറു ബി ഹുസ്ബാൻ എന്ന് പറയുന്നുണ്ട്. തൊട്ടുടനെ പറയുന്നത് വൻ നജുമു വശജറു യസ്ജുദാൻ എന്നാണ്. അശംസു വൽ ഖമറു ബി ഹുസ്ബാൻ എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും നിർണിതമായ ഹുസ്ബാനിലാണ്. ഹുസ്ബാൻ എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ, നിർണിതമായ കണക്ക് കൂട്ടലാണ്. കൃത്യമായ കണക്കിലാണ് സൂര്യനും ചന്ദ്രനും എന്നല്ല സകല ഗോളങ്ങളും. കുല്ലും ഫി ഫലക്കി യസ്ബഹൂൻ എന്നാണ് പറയുന്നത്. കുല്ലും ഫി ഫലക്കി യസ്ബഹൂൻ, സകലതും അതിൻ്റേതായ ഒരു ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഖുർആൻ്റെ വാദം. അപ്പോൾ സൂര്യനും ചന്ദ്രനും കൃത്യമായ കണക്കിലാണ്. അതേസമയം തന്നെ വൻ നജുമു വശജറു യസ്ജുദാൻ, താരകങ്ങളും വൃക്ഷങ്ങളും സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് പ്രണമിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. സൂര്യനും ചന്ദ്രനും അഥവാ കുല്ലും ഫി ഫലക്കി യസ്ബഹൂൻ എന്ന് പറയുന്നിടത്ത് തന്നെ സകലതും കൃത്യമായ കണക്കിലാണ്. ഇത് ബാഹ്യമാണ്. ഇതിൻ്റെ പ്രത്യേകത, നമുക്കിത് കണക്ക് കൂട്ടാൻ പറ്റും. അതിനെയാണ് നമ്മൾ സയൻസായിട്ട് വികസിപ്പിക്കുന്നത്. പക്ഷേ അത് മാത്രമല്ല സത്യം. അതിനപ്പുറം താരകങ്ങളും വൃക്ഷങ്ങളും പ്രണമിക്കുന്നു. ഇത് ആന്തരിക തത്വമാണ്. അത് സുജൂദ് ചെയ്യുന്നു. ഇവിടെ രണ്ടാശയങ്ങൾ വരുന്നു. ഒന്ന് ഹുസ്ബാൻ, കണക്ക് എന്ന് പറയുന്നതാണ്. രണ്ടാമത്തെ സജിദ, മനുഷ്യന് ബാഹ്യമായിട്ട് അറിയാൻ സാധിക്കുന്നതാണ് ഹുസ്ബാൻ. അങ്ങനെയാണ് പ്രാപഞ്ചികമായിട്ടുള്ള പല കാര്യങ്ങളും പ്രതിഭാസങ്ങളും ഒക്കെ നമ്മൾ അറിയുന്നത്. സൂര്യചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ നിരീക്ഷിച്ചിട്ടാണ് പലതും നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ അതിനപ്പുറമുള്ളൊരു വസ്തുതത്വം, അതിലുള്ളതാണ് സജിദ. അത് ശാസ്ത്രത്തിന് വഴങ്ങുന്നതല്ല. സുജൂദ് എന്ന് പറയുന്നത് അത് ശാസ്ത്രത്തിന് വഴങ്ങുന്നതല്ല. വീണ്ടും പറയുന്നു വസ്സമാ റഫഅഹ, ആകാശം ഉയർത്തപ്പെട്ടിരിക്കുന്നു. ആകാശം എന്ന് പറയുന്ന ഒരു സോളിഡ് സബ്സ്റ്റൻസ് ഇല്ല എന്ന് നമുക്കറിയാം. സമാ എന്ന് പറഞ്ഞാൽ ഉപരിലോകം എന്നേ അർത്ഥമുള്ളൂ. ആപേക്ഷികമാണ് ആ കാഴ്ച. നമുക്ക് ഭൂമിയിൽ നിൽക്കുമ്പോൾ ചന്ദ്രൻ ഉപരിയാണ്, അതേസമയം ചന്ദ്രനിൽ നിൽക്കുമ്പോൾ ഭൂമി ഉപരിയാണ്. മുകളിൽ നോക്കിയാൽ മാത്രമേ ഭൂമിയല്ലാത്ത മറ്റ് ഗോളങ്ങളെയും വസ്തുക്കളെയും ഒക്കെ കാണാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ആ ഒരു അനുഭവത്തെ വെച്ചുകൊണ്ട് സമാഇനെ കുറിച്ച് പറയുമ്പോൾ അത് റഫ്, ആ ഉയർച്ചയെ സൂചിപ്പിക്കുന്നു. ഉയർന്നു നിൽക്കുന്നു, ആകാശത്തെ നാം ഉയർത്തിയിരിക്കുന്നു. ഇത് പ്രത്യക്ഷമാണ്.
പ്രത്യക്ഷമായതുകൊണ്ട് തന്നെ അത് ശാസ്ത്രമാണ്. അതിൽ ആകർഷണ വികർഷണത്തിൻ്റെ ചലന നിയമങ്ങളുടെ ഒക്കെ തത്വങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ തുടർന്ന് പറയുന്ന വവല അൽ മീസാൻ, പ്രപഞ്ചത്തിൽ നാം ഒരു തുലാസ് സ്ഥാപിച്ചിരിക്കുന്നതാണ്. തുലാസ് വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്ന മെറ്റഫറുകളിൽ ഏറ്റവും പ്രധാനമാണ്, ജീവിതവുമായി ബന്ധപ്പെട്ടത്. അത് പ്രപഞ്ചത്തിൻ്റെ താളൈക്യത്തെ, സന്തുലനത്തെ സൂചിപ്പിക്കുന്നു. ആ സന്തുലിതത്വം എന്ന് പറയുന്നത് പരോക്ഷമാണ്. അത് മനുഷ്യന് യുക്തിയിലൂടെ മാത്രം അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് തലങ്ങളും വെച്ചിട്ടാണ് ഇസ്ലാമിൻ്റെ ഒരു സമഗ്രതയെ, അതിൻ്റെ യാഥാർത്ഥ്യത്തെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത്. വലഹു അസ്ലമ മംഫിസ് സമാവാത്തി വൽ അർലി തൗഅം വ കർഹൻ എന്നാണ് പറയുന്നത്. അതിൻ്റെ വാക്കർത്ഥം പറഞ്ഞാൽ സ്വമേധയാലോ നിർബന്ധിതമായോ ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിനെ അനുസരിക്കുന്നതാണ്. പക്ഷേ ആകാശഭൂമികളിലുള്ള മനുഷ്യനെ, അതോടൊപ്പം തന്നെ മനുഷ്യനെപ്പോലെ ചിന്താശക്തിയും യുക്തിയുമുള്ള മറ്റേതെങ്കിലും ജീവികൾ ഏതെങ്കിലും ഗ്രഹത്തിലുണ്ടെങ്കിൽ അവരും മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളതിന് ഈ സ്വമേധയാ നിർബന്ധിതത്വം എന്ന് പറയുന്ന പ്രയോഗമൊന്നും ബാധകമല്ല. അപ്പോൾ പദാർത്ഥത്തെ അങ്ങനെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മളിതിൻ്റെ കൃത്യമായ അർത്ഥം വിശകലനം ചെയ്യുമ്പോൾ ബാഹ്യമായും ആന്തരികമായും അതെല്ലാം തന്നെ ദൈവത്തിന് മുന്നിൽ പ്രണമിച്ചു കൊണ്ടിരിക്കുന്നു, സബ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അനുസരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിനെ ഒരു പ്രകൃതി നിയമമായിട്ടൊരു വീക്ഷണമായി സമർപ്പിച്ചിട്ട് അവിടെയാണ് പ്രപഞ്ചത്തിൻ്റെ ഫിത്ര എന്ന് പറയുന്ന ആശയം വരുന്നത്. അതിലേക്കാണ് മനുഷ്യനെയും ഇബ്രാഹിം അലൈഹിസ്സലാം ചേർത്ത് നിർത്തിയത് എന്നും നമ്മൾ കാണണം. ഇസ്ലാം അതിലേക്കാണ് മനുഷ്യനെ ചേർത്ത് നിർത്തുന്നത്. ഇവിടെ ഇപ്പറയുന്ന വിരുദ്ധങ്ങളായിട്ടുള്ള വീക്ഷണങ്ങളെ മുഴുവൻ സമന്വയിക്കുന്നു. നിയതിവാദപരമല്ല ഇസ്ലാം, എന്നാൽ കർമ്മസ്വാതന്ത്ര്യവാദപരവുമല്ല. അതുപോലെ തന്നെ ഇസ്ലാം എന്ന് പറയുന്നതിൻ്റെ ധാർമ്മികതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും അതുതന്നെയാണ്. തീർത്തും എല്ലാ വിഷയങ്ങളും ഇപ്പം ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ള യുക്തിവാദവും അനുഭവവാദവും എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടുമല്ല ഇസ്ലാം, പക്ഷേ ഇത് രണ്ടുമാണ്. രണ്ടിലെയും ഭാഗികമായി ശരിയെ ഉൾക്കൊള്ളാനാണ് ശ്രമിക്കുന്നത്. അതിലെ തെറ്റുകളെ, ആത്യന്തികതകൾ കൊണ്ട് സംഭവിക്കുന്ന പിഴവുകളെ ഇല്ലാതാക്കിക്കൊണ്ട്. ഇനി പദാർത്ഥവാദത്തെയും ആശയവാദത്തെയും തമ്മിൽ താരതമ്യം ചെയ്താലും ഇത് രണ്ടും വിരുദ്ധങ്ങളായി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ വിരുദ്ധങ്ങളിൽ ഒരു സമന്വയം ദർശിക്കാനാണ് ഇസ്ലാം ശ്രമിക്കുന്നത് എന്ന് കാണാം. അപ്പോൾ ഈ ആശയമാണ് മൗലികമായിട്ട് അലിയ ഇസത്ത് ബെഗോവിച്ച് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വിശദീകരിക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞു വെച്ചതാണ്. ഭൗതികമായ പഠനങ്ങൾ എപ്പോഴും മനുഷ്യനെ ബാഹ്യമായ കാര്യങ്ങളും ചുറ്റുപാടുകളുമായി ബന്ധപ്പെടുത്തുന്നു. അതേസമയം മറുഭാഗത്ത് ഇതിന് വിരുദ്ധമായ മതത്തിലാകട്ടെ അവൻ ആകാശത്ത് നിന്ന് വന്നവനാണ്, ഭൂലോകവുമായി ഭൗതികതയുമായി യാതൊരു ബന്ധവുമില്ലാത്തവൻ. എന്നാൽ ഇത് രണ്ടുമല്ല യാഥാർത്ഥ്യം എന്നിടത്താണ് ഇസത്ത് ബെഗോവിച്ചിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ആ അന്വേഷണത്തിലേക്ക് നമുക്കിനിയും തുടർന്ന് നീങ്ങാം ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും നന്ദി. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.